അന്ന് കാനായിലെ വിവാഹ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ സ്വർഗീയ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും. ലഹരിയിൽ മുങ്ങി ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടു പോയ അനേകം വ്യക്തികൾ. പ്രിയമുള്ളവരുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അവരിൽ ചിലർ ഉയിർത്തെഴുന്നേറ്റു. വീണ്ടും വർണ്ണങ്ങൾ വിരിയിച്ച് ആ ജീവിതങ്ങൾ ഇതാ നമ്മുടെ മുൻപിൽ. എൻ്റെ പേര് റോയി എന്നാണ്. വീട്ടുപേര് അവരാപ്പട്ട്. ഞാൻ കോതമംഗലം രൂപതയിൽ വെളിയിൽച്ചാൽ ഇടവകയിൽ കൊണ്ടിമറ്റ് എന്ന സ്ഥലത്താണ്. എനിക്ക് ഭാര്യയും 4 മക്കളുണ്ട്. ഭാര്യ ടീച്ചറാണ്. 4 മക്കളും പഠിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മദ്യപിക്കുമായിരുന്നു. എനിക്ക് വീട്ടിൽ ധാരാളം പനകൾ ചെത്തുന്നുണ്ടായിരുന്നു. നല്ല മധുരക്കള്ള് കിട്ടും. അങ്ങനെ മധുരക്കള്ള് കുടിച്ച് അന്നേ ചെറുപ്പത്തിലേ മുതൽ ഒരു മദ്യപാനത്തിന് അടിമപ്പെട്ടൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് അതിന് എനിക്ക് ആ മദ്യപാനത്തിലൂടെ തകർച്ചകൾ, എൻ്റെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലെല്ലാം തകർച്ചകൾ നേരിടേണ്ടി വന്നു. എനിക്ക് ഈ തകർച്ചകൾ ഉണ്ടായപ്പോഴെല്ലാം മദ്യപാനം നിർത്തണമെന്നും പശ്ചാത്തപിക്കണമെന്നുള്ളൊരാഗ്രഹം എന്നിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 42 വയസ്സോളം വരെ ഞാൻ മദ്യപാന ശീലത്തിന് അടിമയായിരുന്നു. എൻ്റെ മദ്യപാന ശീലത്തിന് പ്രത്യേക സമയങ്ങളൊന്നുമില്ലായിരുന്നു. ഏത് സമയത്തും കഴിക്കും, ഇന്ന സമയമെന്നില്ല. പ്രത്യേകിച്ച് കഴിച്ചാൽ അത് പുകവലിക്കണമെന്നോ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. കൂട്ടുകൂടിയായിരുന്നു മദ്യപിക്കുകയുള്ളൂ. കൂട്ടുകൂടി മദ്യപിക്കുമ്പോൾ രാവിലെ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ കഴിഞ്ഞ് വന്നിട്ട് പറമ്പിലും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴെല്ലാം മദ്യപിക്കും. വൈകിട്ട് ബാറെല്ലാം അടപ്പിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയിരുന്നത്. വീണ്ടും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോകും. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക്
വചനങ്ങളായിരുന്നു കൂടുതലും ഞാൻ മദ്യപിക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് നിർത്തണമെന്നുള്ള അധികം ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും അതിന് പലപ്പോഴും കഴിയാതെ, പലപ്പോഴും 6 മാസമൊക്കെ നിർത്തും, ചിലപ്പോൾ 1 വർഷം നിർത്തും. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേളാങ്കണ്ണി തീർത്ഥയാത്രയായിട്ട് പലപ്പോഴും പോകാനും പലരെയും പറഞ്ഞു വിടാനും ഒക്കെ ആയിട്ടുള്ള പരിശ്രമത്തിലും അതിൻ്റെ ഒക്കെ ഫലമായിട്ട് പൂർണ്ണമായിട്ടൊരു വിടുതലിനുള്ളൊരു ആഗ്രഹം കൂടുതൽ എനിക്ക് ഉണ്ടായി. മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായപ്പോഴും ഈ വേളാങ്കണ്ണി തീർത്ഥയാത്രയെല്ലാം മാസത്തിൽ വ്യത്യസ്തരായ 50 പേരോട് കൂടെ വേളാങ്കണ്ണി തീർത്ഥയാത്ര നടത്തുമ്പോഴും പലപ്പോഴും ഞാൻ മദ്യപിക്കുമായിരുന്നു. വേളാങ്കണ്ണി തീർത്ഥയാത്രയിലല്ല, അല്ലാത്ത തീർത്ഥയാത്ര പോയി വന്നതിന് ശേഷം എനിക്ക് നിർത്താൻ പറ്റുന്ന അവസ്ഥയില്ലായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തന്നെ ഇത് നിർത്തണമെന്നൊരു ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. ഒരു ദിവസം എന്നെ സംബന്ധിച്ചോളം ഒരു 1500 രൂപ വരെ മദ്യത്തിന് വേണ്ടി വരുന്ന സാഹചര്യം. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ, ഈ പോക്ക് പോയാൽ എൻ്റെ മക്കളും ഭാര്യയെല്ലാം വഴിയാധാരാകുമെന്നൊരു ചിന്ത പരിശുദ്ധാത്മാവ് തോന്നിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനെന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയും വേളാങ്കണ്ണി മാതാവും ദിവ്യബലിയുമാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് മദ്യപാനം നിർത്താനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. ഇപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി മദ്യപാനം ഞാൻ നിർത്തിയിട്ട് പിന്നെ ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല. എൻ്റെ പേര് റാണി. റോയിയുടെ ജീവിത പങ്കാളിയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഏതാണ്ട് 15 വർഷത്തോളം എൻ്റെ ജീവിത പങ്കാളി മദ്യത്തിന് അടിമയായിരുന്നു. അപ്പോഴൊക്കെ നിശബ്ദമായി ഞാൻ പ്രാർത്ഥിക്കുക ചെയ്തിട്ടുള്ളൂ. വരുമ്പോഴൊന്നും എതിർത്തൊന്നും സംസാരിച്ചിരുന്നില്ല. ഏതായാലും പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടി. ഇപ്പോൾ പൂർണ്ണമായിട്ടും മദ്യപാനത്തിൽ നിന്ന് ഏതാണ്ട് 10 വർഷത്തോളമായി മോചനം നേടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. മക്കളെല്ലാം പഠിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ശാലോം കൊടുക്കാനും അതുപോലെ മറ്റു പ്രേക്ഷിത വേലകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. മദ്യപാനം നിർത്തിയതിന് ശേഷം 10 വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠൻ 13 വർഷത്തോളമായി ചേട്ടൻ മരിച്ചിട്ട്. ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയായിരുന്നു വിൻസെൻ്റ് പോളിലെ രൂപത സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ചേട്ടൻ മരിച്ചപ്പോൾ ശാലോവും വചനോത്സവവും വീടുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ചേട്ടൻ മരിച്ചൊരു 6 മാസത്തോളം മുടങ്ങി. വീണ്ടും അപ്പോൾ എനിക്കൊരു പ്രചോദനം കിട്ടി. ആ ശുശ്രൂഷ വീണ്ടും തുടങ്ങണം, അത് ചെയ്യണമെന്നുള്ള ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ വെളിച്ചത്തിൽ 50 ശാലോം ടൈംസ് മാസിക കൊടുത്ത് ആരംഭിച്ചു. പിറ്റത്തെ വർഷം അത് 100 150 അങ്ങനെ അത് 350 വീട് വരെ എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഞാനും ഭാര്യയും മക്കളും കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പറ്റുമ്പോൾ ഞാനും തന്നെ കൊടുക്കും, ഇല്ലെങ്കിൽ ഭാര്യയും ഞാനും കൂടി കൊടുക്കും, അല്ലെങ്കിൽ മക്കൾ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഉള്ളൊരു ശുശ്രൂഷയായിരുന്നു. ഞാനും ഭാര്യയും വചനോത്സവവും ശാലോമും ഒക്കെ കയറി കൊടുക്കുമ്പോൾ പല വീടുകളിൽ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ പല വീടുകളിലും ഇതെന്തേ താമസിച്ചതെന്ന് ചോദിച്ച അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് അനേകം പേർക്ക് അനുഗ്രഹങ്ങൾ, കൃപകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റനേകം പേര് ഇത് വായിക്കാൻ താല്പര്യപ്പെട്ട് ഞങ്ങൾക്കെന്ത് തരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ ഉള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് കൂടുതൽ ഇടവതോറും ഇടവകയിലെ മുഴുവൻ വീടുകളിലും ജാതിമത ഭേദമെന്നേ എല്ലാ വീടുകളിലും ദൈവവചനം എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതോടൊപ്പം നാളുകൾ കടന്നപ്പോൾ ഞങ്ങൾക്ക് വേളാങ്കണ്ണിക്ക് നടക്കാൻ ആയിട്ടുള്ളൊരു പ്രചോദനം, വേളാങ്കണ്ണി നടന്നു പോകുന്നവരുണ്ടെന്ന് കേട്ടപ്പോൾ അങ്ങനെ ഒരു പ്രചോദനം കിട്ടി. അങ്ങനെ അത് വേളാങ്കണ്ണി തീർത്ഥയാത്രയിൽ ബസ്സിൽ വന്നവരിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ അവരുടെ കൂടെ വേളാങ്കണ്ണി തീർത്ഥയാത്ര നടക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അത് 7 വർഷത്തോളം വേളാങ്കണ്ണി തീർത്ഥയാത്ര നടത്തി.
എൻ്റെ പേര് ഡേവിസ്. അങ്കമാലിക്കടുത്ത് തുറവൂർ യോർദനാപുരം ഇടവകയാണ്. എനിക്ക് 3 കുട്ടികളും ഭാര്യയുമാണ് എൻ്റെ വീട്ടിലുള്ളത്. ഞാൻ റോയ് ചേട്ടന് ഒരു 7 വർഷത്തിൽ കൂടുതലായി പരിചയമായിട്ട്. അങ്ങനെ ഞാൻ വേളാങ്കണ്ണിയെക്കുറിച്ച് പറയുകയും നടന്നു പോകുന്ന കാര്യങ്ങൾ പറയുകയും അങ്ങനെ വേളാങ്കണ്ണിക്ക് പോകാനായിട്ട് റോയ് ചേട്ടൻ വളരെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഞങ്ങളങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് 1-2 വർഷക്കാലം വരാമെന്ന് പറഞ്ഞിട്ടും പലപ്പോഴും വരാൻ പറ്റിയില്ല. അങ്ങനെ 3-ാം വർഷം ആൾ വന്ന് അങ്ങനെ ഞങ്ങൾ കൊരട്ടിയിൽ ഒരുമിച്ച് കൂടി. അവിടെ നിന്നാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഏകദേശം വേളാങ്കണ്ണിയിലെത്തുന്നത് 13-ാം ദിവസമാണ്. പോകുന്ന വഴി ഞങ്ങൾ മലയടിപ്പട്ടി, പൂണ്ടി എന്നീ സ്ഥലങ്ങൾ കൂടിയാണ് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിച്ചേരുന്നത്. പിന്നെ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതാത് സമയങ്ങളിൽ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഈശോ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. കഴിഞ്ഞ 9 വർഷങ്ങൾ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് നടന്നു പോയെങ്കിലും ഏറ്റവും കൂടുതൽ ദൈവാനുഭവവും മാതാവിൻ്റെ ശരിക്കും ഇടപെടലുണ്ടായിരുന്നത് റോയ് ചേട്ടനും ഞാനും കൂടി ഒരുമിച്ച് പോയപ്പോഴാണ്. ഞങ്ങളങ്ങനെ ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചു പോകുമ്പോഴും എല്ലാം ഒത്തിരി മാതാവ് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ കയ്യിലേറ്റി കൊണ്ട് നടക്കുന്ന ഒരു ദൈവാനുഭവമായിരുന്നു ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഞാൻ റോയ് ചേട്ടനും 13 ദിവസങ്ങളിലും എപ്പോഴും ഒരുമിച്ച് നടക്കുകയും ജപമാല ചൊല്ലി കരുണക്കൊന്തയെല്ലാം ചൊല്ലി കൈകൾ കോർത്ത് പിടിച്ച് ഞങ്ങൾ എന്നും സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഓരോ പ്രഭാവത്തിനും പോകുമായിരുന്നു. വേളാങ്കണ്ണി യാത്രയിൽ ഓരോ വർഷവും എനിക്ക് ഒത്തിരി ദൈവാനുഭവം ലഭിച്ചിട്ടുണ്ട്. ഒരു സംഭവം പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഒരിക്കൽ വേളാങ്കണ്ണിക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് വയ്യാതെയായി. അങ്ങനെ ബാക്കി എല്ലാവരും മുൻപ് പോയി. അപ്പോൾ ഞാൻ ആ വ്യക്തിയെ ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ താങ്ങി പിടിച്ചിട്ട് പോവുകയായിരുന്നു. അങ്ങനെ വളരെ വേദനയുണ്ടെന്ന് പറഞ്ഞ് നടക്കാനും വയ്യാത്തതായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞിങ്ങനെ ചായ കുടിക്കാനായിട്ട് 2 രൂപ തരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് വേഗം 2 രൂപ എടുത്തിട്ട് പറഞ്ഞു, മദ്യം കഴിക്കുകയോ പുകവലിക്കുകയോ ചെയ്യരുത്, എങ്ങനെ ഇത് കൊണ്ടുപോയി കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ചേട്ടനെ ഞങ്ങൾ വിടുകയും ഒരു 2 മിനിറ്റ് നടന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വ്യക്തിയെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്താ മാതാവ് ഇത്? അത് എൻ്റെ മകനായിരുന്നു എന്നുള്ള പ്രത്യേക ഒരു ചിന്ത ഞങ്ങളിലേക്ക് കടന്നു വരികയും അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പറഞ്ഞ തീരാത്ത 100 അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജോർജ് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് മദ്യപിച്ചുകൊണ്ട് നടന്നവരാണ്. ഞാൻ മദ്യപാനം നിർത്തിയതിന് ശേഷമാണ് ജോർജ് മദ്യപാനം നിർത്തിയത്. ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. മദ്യപാനം നിർത്താനുണ്ടായ കാരണങ്ങളെല്ലാം ജോർജ് തന്നെ പറയും. എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാനും റോയ് ചേട്ടനും അയൽവാസികളാണ്. ഞാൻ ഭയങ്കര ഒരു മദ്യപാനിയായിരുന്നു. മദ്യം നിർത്താനും നല്ല രീതിയിൽ നടക്കാനും ആത്മീയമായ ജീവിതം നയിക്കാനും റോയ് ചേട്ടനാണ് എന്നെ സഹായിച്ചേക്കണത്. ഒരു ദിവസം ശാലോമമായിട്ട് വീട്ടിലിങ്ങനെ റോയ് ചേട്ടൻ വന്നപ്പോൾ ഞാൻ കാലൊടിഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ റോയ് ചേട്ടൻ ഞാനായിട്ട് കൂടുതൽ ആത്മീയതയിലേക്ക് വരാനുള്ള കാരണം ഉണ്ടായതും അങ്ങനെ മദ്യപാനം നിർത്താനും ഒരു ചെറിയ രീതിയിൽ തന്നെ ഉപദേശിക്കുകയും അങ്ങനെയൊക്കെയാണ് ഞാൻ മദ്യപാനം നിർത്തിയത്. പിന്നെ ഞാൻ മദ്യപാനം കൊണ്ട് ഒത്തിരി ദൂഷ്യഫലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു, സാമ്പത്തികമായിട്ട് മൊത്തം നശിച്ചു, വീട്ടിലൊക്കെ ആകപ്പാടെ ബുദ്ധിമുട്ടും കാര്യങ്ങളായി, എല്ലാം കുടുംബജീവിതം തന്നെ മൊത്തം നശിച്ചു പോയായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിർത്തിക്കളയണമെന്നൊക്കെ ഉള്ള ധാരണയിലാണ്. അങ്ങനെയാണ് വേളാങ്കണ്ണി പരിപാടിയിലാണ് പിന്നെ ഇത് മദ്യപാനം അങ്ങ് നിർത്തിക്കളഞ്ഞത്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ് അങ്ങനെ മദ്യപാനം നിർത്തിക്കളഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി ഒരു 5 വർഷത്തോളം ഇപ്പോൾ അടുപ്പിച്ച് നടന്ന് പാദയാത്രയായിട്ടും അവിടെ നിന്ന് പോയി. അങ്ങനെ ആത്മീയമായും പള്ളിയിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ സാമ്പത്തികമായ രീതിയിൽ ആരെങ്കിലും ബുദ്ധിമുട്ടി കഷ്ടപ്പാടൊക്കെ ആയിട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് സഹായത്തിനും ജനങ്ങളിൽ നിന്നും പല സ്ഥലത്തും പൈസകൾ പിരിവ് വാങ്ങി ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തും അങ്ങനെ കൊടുത്തൊക്കെ സഹായിക്കും. പിന്നെ അനാഥാലയങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുക, അതുപോലെ ആർക്കെങ്കിലും കെട്ടിടം പണിയാനും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക. അങ്ങനെ ഞങ്ങൾ എല്ലാ ധ്യാനത്തിന് പറഞ്ഞു വിടും. അപ്പോൾ ധ്യാനത്തിന് താല്പര്യമുള്ളവരൊക്കെ പറഞ്ഞു വിടും. അങ്ങനെ ഈ മദ്യപാനമായിട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ ആ ദുശീലങ്ങളും മാറ്റാൻ വേണ്ടി പലരെയും പല രീതിയിലും ധ്യാനത്തിന് വിടാനും മറ്റുള്ള ഈ എല്ലാ കാര്യങ്ങളും കൊണ്ടും പറഞ്ഞ് നല്ല രീതിയിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
എൻ്റെ പേര് പൗലോസ്. കാളാമ്പറമ്പിൽ നിന്ന് വീട്ടുപേര് കുത്തുങ്കൽ ഇടവകയിൽ കോതമംഗൽ രൂപതയിൽപ്പെട്ട ആളാണ്. ഞാൻ റോയ് ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് വയനാട് കുരിശൻ്റെ വഴിക്ക് പോകാനായിട്ട് എന്ന സമയത്താണ് റോയ് ചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. പുള്ളി അത് തന്നെ പുള്ളിയുടെ കൂട്ടുകൂടി പുള്ളി അതിന് സാക്ഷ്യം കേട്ടു. പുള്ളിക്ക് സന്തോഷം തോന്നി. പിന്നെ അദ്ദേഹം എന്നെ വേളാങ്കണ്ണി ടൂറിൽ എന്നെ വിളിച്ചു. അവിടെ വെച്ച് പുള്ളിയുടെ സാക്ഷ്യവും എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഈ മനുഷ്യൻ നല്ലൊരു ആത്മീയ വ്യക്തിയാണല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കുക, ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുക, അതുപോലെ പഴയ ഡ്രസ്സുകളൊക്കെ അവർ സംഘടിപ്പിച്ച് അവർക്ക് കൊടുക്കുക. അപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ കൂട്ടിക്കൊണ്ടുപോവുക. അപ്പോൾ ഈ വ്യക്തിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും അവിടെ പലവട്ടം ഞങ്ങൾ അവിടെ ആദിവാസികളുടെ കൂടെ പോയി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി എൻ്റെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഡിവൈൻ മേഴ്സിലേക്ക് ഇവിടുന്ന് ആളെ കൊണ്ടുപോകാനായിട്ട് പുള്ളി എന്നോട് ഇവിടെ സഹകരിച്ചിട്ടുണ്ട്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എന്നോട് ആളെ കൊണ്ടുപോകാനായിട്ട് സഹകരിച്ചിട്ടുണ്ട്. 18 വർഷമായി ഞാൻ ഈ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഒരു 1.5 വർഷമായിട്ട് റോയ് ചേട്ടായി കൂട്ടുകൂടി കൊണ്ടുപോകുന്നത് പുള്ളിയുടെ ഈ നല്ലൊരു പ്രവർത്തനം കണ്ടുകൊണ്ടാണ്. അതുപോലെ എന്നോട് സംസാരിക്കാറുള്ളതും നമ്മൾ പ്രവർത്തിക്കാറുള്ളതും ദൈവനാമം മഹത്വപ്പെടണം, ദൈവനാമം മഹത്വപ്പെടണം എന്ന ഒരേ ചിന്തയാണ്. പ്രത്യേകിച്ച് ഒരു മാതാവിനുള്ള മാതൃഭക്തിയുള്ള വ്യക്തിയാണ് റോയ് ചേട്ടൻ. ഒരു വർഷത്തെ കാലത്തിന് ശേഷം റോയ് ചേട്ടനെ കേട്ട് എനിക്ക് പൂർണ്ണമായിട്ടൊരു അറിവുണ്ട്. പുള്ളിയിൽ നിന്ന് ഒരു അശേഷം പോലും ഒരു തിന്മയുടെ വാക്കുകളൊന്നും പുള്ളിയിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു തിന്മയുടെ പ്രവർത്തനമോ നോട്ടത്തിലോ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഒരു തിന്മയും ഞാൻ കണ്ടതായിട്ട് മാനസികമായിട്ട് പറഞ്ഞാൽ എൻ്റെ വശത്ത് കണ്ടതായി കാണാനില്ല. അതിന് റോയ് ചേട്ടനോട് നല്ല അഭിപ്രായമാണ്. 100% നല്ലൊരു പ്രോത്സാഹനം, നല്ല അഭിപ്രായമാണ് റോയ് ചേട്ടനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഫാദർ തോമസ് പോത്തനാമഴി ഇപ്പോൾ വെളിയിച്ചാൽ സെൻറ്റ് ജോസഫ് പള്ളി വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. റോയി അവരാപ്പാട്ട് ഇടവ അംഗമാണ്. കഴിഞ്ഞ 5-8 മാസമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെപ്പറ്റി എൻ്റെ ഏകദേശം ചിന്തകൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ കത്തോലിക്കനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് പള്ളി തീർത്ഥാടനം പോകാറുണ്ട്. വർഷത്തിലൊരിക്കൽ കാൽനടയായിട്ടും പോയി എന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നല്ല ഒരു കത്തോലിക്ക ചൈതന്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് മദ്യപാനത്തിൽ നിന്ന് മുക്തനായി തൻ്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഉത്തമ കത്തോലിക്കനായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. ചാനൽ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും തന്നെ ഇതൊരു വലിയ മാതൃകയും പ്രചോദനവുമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഏറെ വർഷങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു കത്തോലിക്ക ജീവിതത്തിൻ്റെ ഉടമയായിട്ടാണ് ഇന്ന് ഇടവ സമൂഹത്തിൽ അദ്ദേഹം നിലകൊള്ളുന്നത്. വളരെയേറെ വ്യക്തിപരമായും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ആളുകൾ അദ്ദേഹത്തിനോട് ആദരവും ബഹുമാനവും ഒന്ന് കാണിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുടുംബവും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരുടേതായ സപ്പോർട്ടും കരുതലും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം. ഭാര്യയും മക്കളും ഒരുമിച്ചാണ് പള്ളിയിൽ വരുന്നത്. ഒരു മകൻ ഓൾട്ടർ ബോയ് ആയിട്ട് സേവനം ചെയ്യുന്നുണ്ട്, ജോസഫ്. അപ്പം അങ്ങനെ ഒരു ഇടവ സമൂഹത്തിൽ കത്തോലിക്ക ചൈതന്യം പ്രതിബിംബിക്കത്തക്ക രീതിയിൽ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ഉത്തമ കത്തോലിക്കനായിട്ട് റോയിയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ജീവിത മാതൃക തുറന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും അതിലൂടെ യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏറെക്കുറെ 2 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ്റെ മകന് ഡീക്കൺ പട്ടം കിട്ടിയപ്പോൾ ആണ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരിക്കാനായിട്ട് ആരംഭിച്ചത്. ചേട്ടൻ്റെ മകന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വന്നിരുന്നത്. രാവിലെ വെളിയിൽച്ചാട് ഇടവപ്പള്ളിയിൽ ദിവ്യബലി കഴിഞ്ഞ് വരും. ഇവിടെ 7 കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരുടെ കൂടെ ഒരു സമ്പൂർണ്ണ ജപമാലയും ഒരു കരുണക്കൊന്തയും ഒരു ദീപികാരുണ്യ ജപമാലയും ചൊല്ലി 2 മണിക്കൂറോളം ദിവ്യകാരുണ്യത്തിൽ ദിവസവും ചെലവഴിക്കും. അത് ഇന്നും തുടർന്ന് പോകുന്നു. ഇവിടെയുള്ള സമയങ്ങളിലെല്ലാം വന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരിക്കാനായിട്ട് എനിക്കൊരു വലിയ ആനന്ദവും സന്തോഷവും ഉണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി ക്ഷമിക്കുവാനായിട്ട്, ക്ഷമയുടെ നമ്മൾ ശാന്തനാകാനായിട്ടൊക്കെ നമുക്കൊത്തിരി സാധിച്ചു. അതുപോലെ ഒത്തിരി മനസ്സിന്
ശരീരത്തിനെല്ലാം ഉന്മേഷം, നല്ല ആനന്ദം, എന്ത് പ്രശ്നങ്ങൾ വന്നാലും പതറാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ആത്മീയ ബലം ഉണ്ടായി. അങ്ങനെ ഇന്നും ദിവ്യകാരണനാഥൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നോടൊത്ത് ഉള്ളൊരനുഭവമാണ് എനിക്കിപ്പം. ഞാൻ നവീകരണത്തിൽ വന്നതിന് ശേഷം എനിക്ക് ദൈവവചനം എഴുതിയിടാനായിട്ട് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകി. അത് വീടിന് ചുറ്റിലും, വീടിൻ്റെ മുറ്റത്തും പരിസരത്തും നിൽക്കുന്ന മരങ്ങളിലും പറമ്പിലെ മരങ്ങളിലെല്ലാം ഞാനും മക്കളും കൂടി ചെറിയ പേപ്പറിൽ വചനം എഴുതി അത് ലാമിനേറ്റ് ചെയ്ത് ഞങ്ങൾ കെട്ടി. അപ്പോൾ അത് ഞങ്ങൾക്ക് മറ്റുള്ളവർ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരമൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങളത് മാറ്റാതെ തന്നെ ഇരുന്നു. അതിപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പോപ്പുലർ മിഷൻ ധ്യാനം ഈ അടുത്ത നാളിൽ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് അച്ഛൻ വന്ന്, ജോമോനച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ എല്ലാ വീടുകളിലും വചനം എഴുതിയിടണമെന്നും അത് എത്രമാത്രം എഴുതാമോ അത്രമാത്രം നല്ലതാണെന്നും പെരയ്ക്ക് ചുറ്റിയും മരങ്ങളിലൊക്കെ എഴുതി കെട്ടിത്തൂക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കന്ന് പരിശുദ്ധാത്മ തന്ന ആ ബോധ്യം ശരിയായിരുന്നു എന്നുള്ളത് സ്ഥിരീകരണം അതിലൂടെ ലഭിക്കുകയായിരുന്നു. അതുപോലെ തന്നെ റബ്ബറിലും പറമ്പിൽ നിൽക്കുന്ന മറ്റു മരങ്ങളിലും എല്ലാം ദൈവവചനം ഇതുപോലെ എഴുതി ചെറിയ പേപ്പറിൽ എഴുതി ലാമിനേറ്റ് ചെയ്ത് ആ മരങ്ങളിലും എല്ലാം ഞാനും മക്കളും കൂടി കെട്ടുകയുണ്ടായി. അതിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക്, തിരുവചനത്തിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ വസിക്കാനായിട്ടുള്ള ഒരു സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടി. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ മദ്യപാനം നിർത്തിയതിന് ശേഷം മദ്യപാനികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് 4 വർഷക്കാലം ഞാൻ മുട്ടയിൽ നിന്ന് ദിവ്യബലി അർപ്പിക്കുകയും ചെറിയ സഹനങ്ങളിലൂടെ ഒരു നേരത്തെ കാപ്പിയിൽ ശകലം പഞ്ചസാര വേണ്ട എന്ന് വെച്ചും 4 തിരി കത്തിച്ചും ഒക്കെ ഓരോ മദ്യപാനികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും രക്ഷ പ്രാപിക്കേണ്ടത് ഇന്ന് സമൂഹത്തിനും സഭയ്ക്കും എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും മദ്യപിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും മദ്യപാനം നിർത്തിയവർക്ക് വേണ്ടിയും പ്രത്യേകമായി എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബമാണ് ഇത്. ജീവിത പങ്കാളിയും 4 മക്കളും അവരെ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. എൻ്റെ പേര് റാണി, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ പേര് ആൻമേരി, ഞാൻ MSc കെമിസ്ട്രിക്ക് പഠിക്കുന്നു. എൻ്റെ പേര് തോമസ്, ഞാൻ കോതമംഗലത്ത് എൽദോമാർ ബസൂരസ് കോളേജിൽ BCom പഠിക്കുന്നു. എൻ്റെ പേര് മാത്യു, ഞാൻ +1 പഠിക്കുന്നു. എൻ്റെ പേര് ജോസഫ്, ഞാൻ 9th ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ മദ്യപാനം നിർത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുടുംബത്തിലുണ്ടായ സന്തോഷവും സമാധാനവും നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.